ദുരന്ത പ്രതിരോധ വിദഗ്ധനായ സുഭാഷ് ചന്ദ്രബോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നോക്കൂ, ഈ ഒരു അപകടമെന്ന് പറയുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് ഈ ആന്ധ്രയിലെ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. 10 പേരാണ് നിലവിൽ മരിച്ചിട്ടുള്ളത്, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഉത്സവം അനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ കർശനമായൊരു നിയന്ത്രണമൊക്കെ ഇവിടെ വേണ്ടതല്ലേ? അല്ല, അതിനകത്തുള്ള വലിയ പ്രശ്നം നമ്മളിപ്പോ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വെടിക്കെട്ടും അതുപോലെ തന്നെ ആന ഓടുന്നത്, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളിൽ കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ മേളകൾ നടക്കുമ്പോൾ ഏകാദശി പിന്നെ നടക്കുമ്പോൾ ക്രമാതീതമായി ജനങ്ങൾ വരും. ഭക്തരോട് വരരുതെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം ഭക്തരെ ആ ദിവസം അന്ന് വന്ന് പ്രത്യേകിച്ച് ഒരു ഹിന്ദു വിശ്വാസം അനുസരിച്ച് നിർമാല്യം തൊഴുക, ആ പർട്ടിക്കുലർ ടൈമിന് തന്നെ തൊഴണം. ആ ദീപാരാധന തൊഴുക ആ സമയത്ത് തൊഴണം. അല്ലെ കുറച്ച് കഴിഞ്ഞാലും ദേവനും ദേവിയൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള സമയം അവർക്ക് പ്രധാനമാണ്. അപ്പൊ സമയം ഒരു വളരെ പ്രധാനമാണ്, ദിവസം പ്രധാനമാണ് ഹിന്ദു സമാജത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ സംബന്ധിച്ച്. മുസ്ലിം അങ്ങനെ തന്നെ മെക്കയിലും മദീനയിലൊക്കെ പോകുന്നതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ സംവിധാനങ്ങൾ കൃത്യമായി നമുക്ക് ആളുകളെ നിയന്ത്രിച്ച് വിടുവാനും ആളുകളെ കൃത്യമായി അത് നോക്കുവാനുമുള്ള സംവിധാനങ്ങളിൽ വലിയ കുഴപ്പമാണ് വരുന്നത്. മേളകൾ നടക്കുമ്പോഴൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. നമ്മളിപ്പോൾ കുംഭമേള നടന്നപ്പോഴും ഒക്കെ ഇത് തന്നെയാണ് വരുന്നത്. ഒരു പർട്ടിക്കുലർ ടീമിന് അപ്പുറം ആളുകളെ ഒരേ സമയം കടത്തി വിടുകയോ അല്ലെങ്കിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായൊരു സുരക്ഷിതത്വമില്ലായ്മ ഈ സ്പിരിച്വൽ മേഖലകളിലും അല്ലെങ്കിൽ ആത്മീയ ക്ഷേത്രങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയ കാര്യമാണ്. അപ്പൊ തന്നെ ഇത് ആന്ധ്രയിലാണോ തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ എന്നൊന്നും വിഷയമല്ല. സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം വളരെ വലുതാണ്. ഇന്ത്യയിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് അല്ലെങ്കിൽ ദുരന്ത പ്രതിരോധം എന്ന് പറയുന്നതിനകത്ത് ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണ്. ദുരന്തം വന്നാൽ നമുക്ക് ഓടിയെത്താനും പൈസ കൊടുക്കാനും കളക്ടർ വരാനും ഒക്കെ നമുക്കറിയാം. പക്ഷെ ദുരന്തം പ്രതിരോധിക്കാൻ അത് ക്ഷേത്രമായാലും കുളമായാലും നദിയായാലും എന്ത് സംവിധാനമായാലും ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല എന്നുള്ളതൊരു വലിയ കുറവാണ് ഇന്ത്യയിൽ. ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഉത്സവമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ഈ പ്രത്യേകമായുള്ള ഈ പെർമിഷനൊക്കെ എടുക്കേണ്ടതില്ലേ പോലീസിന്റെ ഭാഗത്തുനിന്ന്? പോലീസ് തന്നെ സുരക്ഷ ഒരുക്കുന്ന ഒരു സംവിധാനമൊക്കെ അല്ലേ ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും സുരക്ഷ മാത്രമല്ല, പോലീസ്, ഫയർഫോഴ്സ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കാര്യങ്ങൾ, വെടിമരുന്ന് പോലുള്ള കാര്യങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ്, ഹെൽത്ത് സർവീസ്, ഇത് ഒരു വലിയ സന്നാഹം ആവശ്യമുണ്ട്. അത് ആൾക്കൂട്ടം വരുന്ന സ്ഥലങ്ങളിൽ, അതിപ്പം ക്ഷേത്രം എന്നുള്ളതല്ല, എവിടെ ആൾക്കൂട്ടം വന്നാലും ക്രമാതീതമായ ആൾക്കൂട്ടം വരും എന്നറിഞ്ഞാൽ അവരെ നിയന്ത്രിക്കുവാനും അവരെ സംവിധാനം ലാ ആൻഡ് ഓർഡർ പോലെ തന്നെ ഒരു 10-15 ഡിപ്പാർട്ട്മെന്റുകൾ ഒരേ സമയം പ്രവർത്തിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് ഡിസാസ്റ്റർ റെസ്പോൺസ് സംവിധാനം രാജ്യത്തുണ്ട്. പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ സംവിധാനങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കാര്യമില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. ഡിസാസ്റ്റർ റെസ്പോൺസ് ടീം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇപ്പം മിക്കവാറും അവിടെ ഹയർ ലെവൽ ഉദ്യോഗസ്ഥർ വരണം. അതിന്റെ ഒരു ദിവസം എന്താ പറയാ, ഒരു ക്ഷേത്രത്തിൽ 1000 പേര് വരുവാണെങ്കിൽ വരേണ്ടുന്നത് ചിലപ്പോൾ SI വന്നാൽ മതിയായിരിക്കും. ആ ക്ഷേത്രത്തിൽ 10,000 പേര് വരികയാണെങ്കിൽ CA റാങ്കിലുള്ളവരോ SC റാങ്കിലുള്ളവരോട് കൺട്രോൾ എടുക്കണം. 1,00,000 പേര് വരുമെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ളവർ അവിടെ പോകണം. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. സാധാ പോലീസുകാരന്മാർ വളരെ കുറച്ച് ആളുകളൊക്കെ ആയിരിക്കും അവിടെ പോവുക. അവർ പിന്നെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് അവർക്ക് പരിമിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് വർക്കബിൾ ഫോമിലല്ല ഈ കാര്യങ്ങളൊന്നും. ഇതെല്ലാം വന്നതിന് ശേഷം എടുക്കുന്ന എഫർട്ടുകളല്ലാതെ വരുന്നതിന് മുമ്പ് എടുക്കുന്ന തയ്യാറെടുപ്പിൽ നമ്മൾ ഇപ്പോഴും വളരെ വലിയ ബിഗ് സീറോയിലാണ്. ഇന്ത്യയായാലും കേരളമായാലും എവിടെ ഡിസാസ്റ്റർ ആയാലും ഈ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഡിസാസ്റ്റർ 3 ഭാഗമാണുള്ളത്. ഒന്ന് അതിന്റെ പ്രിപ്പയർഡ്നെസ്, അതായത് മുൻകൂട്ടി പ്രതിരോധിക്കൽ, പിന്നെ നടക്കുന്ന സമയത്ത് ഉള്ള ഇടപെടലുകൾ, അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ, ഇപ്പൊ വയനാടൊക്കെ ചെയ്യുന്ന പോലുള്ള റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ. പുനരധിവാസവും നമുക്ക് കുറച്ച് അഴിമതിയൊക്കെ വരുമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓടിക്കൂടും. കളക്ടർ, സംവിധാനങ്ങൾ, മന്ത്രിമാർ എല്ലാവരും, പത്രക്കാർ, മീഡിയകൾ എല്ലാവരും ഓടിക്കൂടി അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഡിസാസ്റ്ററിനെ പ്രതിരോധിക്കേണ്ട ഡിസാസ്റ്റർ റെസ്പോൺസ് സൊസൈറ്റി ആയിട്ട് ഇതുവരെ നമ്മൾ മാറിയിട്ടില്ല. ആ ഭരണകൂടത്തിന് വലിയ പ്രതിസന്ധിയാണുള്ളത്. ജനങ്ങളെ ഇത് പഠിപ്പിക്കാനും ആവശ്യത്തിലധികം ആളുകൾ, ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ഏതൊരു ലാൻഡിനും ഏതൊരു പ്രദേശത്തിനും ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അപ്പുറം ആളുകൾ വന്നാൽ തിക്കും തിരക്കിലും പെട്ട് തീർച്ചയായിട്ടും അപകടം വരും. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് ആളുകളെ വിടുന്നതിനും അപകടമുണ്ടായാൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു മെക്കാനിസം ഇത്തരം സ്ഥലങ്ങളിൽ, ആൾ കൂടുന്ന സ്ഥലങ്ങളിലില്ല. പക്ഷെ അതിന് നിയമമുണ്ട്, അതിന് സംവിധാനമുണ്ട്. പക്ഷെ ഈ ഡിസാസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂല് അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ്.
അതെ, ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് ഈ ഉത്സവങ്ങൾ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായി കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയാണോ വേണ്ടത്? അതോ ഈ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരണമെന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായുണ്ടോ? അതായത് ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണോ അവിടെ വേണ്ടത്? ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് അത് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പല പല പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ സമയം നീട്ടി കൊടുക്കേണ്ടി വരും. പല കാര്യങ്ങളുടെ സമയം നീട്ടണം. ഇപ്പൊ ശബരിമലയൊക്കെ അങ്ങനെയാണല്ലോ പലപ്പോഴും പല നിർദ്ദേശങ്ങളും വരുന്നത്. 41 ദിവസം പോരാ, കൂടുതലല്ല, പിന്നെ മകരവിളക്കിന് അടയ്ക്കരുത്, വീണ്ടും വർഷം മുഴുവൻ വേണമെന്നുള്ള ചർച്ച വരുന്ന അവിടെ നിന്നാണല്ലോ. അപ്പൊ ആളുകളുടെ എണ്ണം കൂടും. അത് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണം മതപരമായ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആളുകൾ, സന്യാസിമാരും പോറ്റിമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ചെടുക്കേണ്ടി വരും. നിയമം കൊണ്ട് മാത്രം നിൽക്കത്തില്ല. ആളുകൾ ഭക്തി ആയതുകൊണ്ട് ആളുകൾ വരും. പക്ഷേ സർക്കാർ ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലേക്ക് പോവുകയും ഞാനീ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് അപ്പുറം ആളുകൾ വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഉത്സവം തന്നെ റീവർക്ക് ചെയ്യേണ്ടി വരും. അവിടെ വരേണ്ട തീയതികളെ ചിലപ്പോൾ തലേ ദിവസം കൂടെ വരാം, അതിന്റെ മുമ്പ് ഇതെല്ലാം അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ചെയ്യും. തലേ ദിവസം കൂടെ വരാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് വരാം എന്നൊക്കെ ഉള്ള പ്രിക്കോഷൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സ്പിരിച്വൽ മേഖലയാണ്, നമ്മൾ വൈകാരിക ഒരു മേഖലയാണ്. നമുക്കൊരു സാധാരണ ഒരു പോലീസ് ഒരു മോബിനെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ചർച്ച അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് ആൾ വരരുതെന്ന് പറയുന്ന പോലെ ഇത് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ആളുകൾ നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, എല്ലാവിധ അത്യാധുനികമായ സൗകര്യങ്ങൾ ഒരുക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുക. അപ്പോഴും നമ്മുടെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി കുറവാണെങ്കിൽ, അവിടെ പ്രദേശത്തിന് കുറവാണെങ്കിൽ, അല്ല അവിടുത്തെ ആളുകളെ ഉൾക്കൊള്ളുന്നതിനുള്ള പരിമിതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യൂ സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഭരണകൂടം തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും ബന്ധപ്പെട്ടവരും ദേവസ്വമാണെങ്കിൽ എങ്ങനെ അവിടെ ഏതാണ് സംവിധാനം എന്ന് വെച്ചാൽ ആ സംവിധാനവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരിഹാരം ഉണ്ടാവണം. ഇത് പക്ഷെ പലപ്പോഴും ഉണ്ടാവാറില്ലെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ പോലും ഉണ്ടാവാറില്ല. ആനയെ കൊണ്ടുവന്നാൽ ആനയും ആളുകൾ നിൽക്കേണ്ട അകലത്തെ സംബന്ധിച്ച് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. ഇതെവിടെ പാലിക്കുന്നത്? അതുകൊണ്ടാണ് ആന വരണ്ടിട്ട് ആളുകൾക്കിടയിൽ കൂടെ കയറി ഓടുന്നത്. അപ്പൊ അത് ഈ പലതും ഇല്ല, പ്രോട്ടോകോൾ ഉള്ളത് പോലും പരിഹരിക്കുന്നില്ല. അപ്പൊ ജനങ്ങളുടെ ഭാഗത്തും ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ വളരെയധികം ആൾക്കൂട്ടം ഒരു സ്ഥലത്ത് പെട്ടെന്ന് പോയാൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ശ്വാസം മുട്ടും, നിൽക്കാൻ കഴിയും. പിന്നെ മാത്രമല്ല അവിടെ ചെറിയ ഒരു ബഹളം ഉണ്ടായാൽ പോലും, ഇപ്പൊ കരൂരിൽ നമ്മുടെ ഇത് അമ്പലം അല്ലെങ്കിൽ ഞാൻ പറയണം വിജയിയുടെ പ്രശ്നം, റാലിക്കിടയിൽ 3-4 പേർ കത്തിയും കൊണ്ട് ഓടി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കത്തി കൊണ്ട് ഓടിയപ്പോഴും ബാക്കിയുള്ളവർ പേടിച്ചു പോയത്. അതുപോലെ ഇതിനകത്ത് ഇടയിൽ കൂടി കള്ളന്മാരും മലവെറുപ്പുകാരും പോഷിപ്പുകാരും അതൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പൊ അതാ പറയുന്നത്, ഇതൊരു മോബാണ്, മാസാണ്. അപ്പൊ മാസ് മോബ് വരുമ്പോൾ അതിന്റെ സൈക്കോളജി വേറെയാണ്, അവിടെ ഉണ്ടാവാവുന്ന ദുരന്തങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക. ഇപ്പൊ അവർക്ക് റിഫ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വാഷ്റൂമിൽ പോകാനുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി. പക്ഷെ അതൊന്നും പലപ്പോഴും നടക്കാറില്ല. ഒരാൾ ദേഹം തളർന്ന് വീണാൽ ചിലപ്പോൾ 10 പേരായിരിക്കും കൂടെ നിൽക്കുന്നവർ വീഴുകയും വേണ്ട കുഴപ്പം, കൺഫ്യൂഷൻ, ആൾക്കൂട്ടത്തിൽ തിക്കും തിരക്കിലും പെടുന്നത്. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാനുള്ള വളരെ കൃത്യമായ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവണം. ഒന്ന്, നിങ്ങളുടെ ചോദ്യം വളരെ പ്രധാനമാണ്. ആങ്കറുടെ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റുമോ? അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ചർച്ചകളിലൂടെ, അത് ദൈവികമായ കാര്യങ്ങളിലൂടെ ആയതുകൊണ്ട് അവിടെ നിന്നും കൂടി വരണം. അല്ലെങ്കിൽ എതിർപ്പ് വരും. ജനങ്ങളുടെ എതിർപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികൾ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. തുറക്കുന്ന സമയവും അടയ്ക്കുന്ന സമയവും ഭക്തർക്ക് കയറാൻ പറ്റുന്ന സമയവും ഒക്കെ നിയന്ത്രിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഇതിനേക്കാൾ വലിയ കൂടുതൽ തിരുപ്പതിയിലും ഗുരുവായൂരിലും പിന്നെ മൂകാംബിയിലൊക്കെ ജനങ്ങൾ വരുന്നത്. പക്ഷെ അതല്ല, ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ പീരീഡിൽ ജനങ്ങൾ വരുന്നതിന്റെ ഒരു പ്രശ്നമാണുള്ളത്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ആവട്ടെ ഗവൺമെന്റുകളുടെ ആകട്ടെ അവിടുത്തെ സംവിധാനങ്ങളുടെ ഒരു ടോട്ടലായിട്ടുള്ളൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.